എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ മുരിങ്ങ മരത്തിന്റെ അടുത്താണ്. അപ്പൊ മുരിങ്ങ മരം കണ്ടില്ലേ, നിറച്ച് കായുണ്ടായി കിടക്കണേണ്. ഇതിന്ന് നമ്മ കുറച്ചൊക്കെ വിളവെടുത്തതാണ് കേട്ടോ. ഈ മൂക്കണ നമ്മ വിളവെടുക്കണതാണ്. അപ്പൊ ഇഷ്ടം പോലെ മുരിങ്ങക്കായാണ് കായ്ച്ചു വെക്കണത്. കണ്ട, പൂവും നിറച്ച് പൂവും കായൊക്കെയാണ്. അപ്പൊ മുരിങ്ങ മരം നമ്മ 4 വർഷം മുമ്പാണ് ഒരു കമ്പ് നട്ടത്. അത് കഴിഞ്ഞ് പിറ്റേ വർഷം തുടങ്ങി മുരിങ്ങ കായ്ക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്കായാണ്. അത്യാവശ്യം നല്ല വലിപ്പവും നീളമൊക്കെ ഉള്ള മുരിങ്ങക്കായാണ്. അപ്പൊ ഇതിന്റെ ഇലകള് എടുത്തിട്ട് പൗഡർ ആക്കാറുണ്ട്, ഇല കറി വെക്കാറുണ്ട്, പൂ കറി വെക്കാറുണ്ട്. എപ്പോഴും നമുക്ക് ഇതിന്ന് പൂവും ഇലകളൊക്കെ കിട്ടണതാണ്. അപ്പം ഒരു പ്രാവശ്യം മുരിങ്ങക്കായ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് കംപ്ലീറ്റ് കമ്പും വെട്ടി നിർത്തും. തടി അടിഭാഗം ഒഴിച്ച് ബാക്കി എല്ലാം വെട്ടി നിർത്തിയിട്ട് പിന്നെ തളിർത്ത് മുരിങ്ങയൊക്കെ എപ്പോഴും ചെയ്യേണ്ടത്, മുരിങ്ങ ഒരു കാരണവശാലും പൊക്കത്തേക്ക് പോകാനായിട്ട് അനുവദിക്കരുത്. കാരണം നമ്മുടെ മുരിങ്ങ മരം നിങ്ങൾ കണ്ടില്ലേ, നമുക്കൊക്കെ പൊട്ടിക്കാൻ പറ്റിയ രീതിയിലാണ് ഇപ്പൊ മുരിങ്ങക്കായ കിടക്കണത്. പിന്നെ ഇഷ്ടം പോലെ കായ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ എപ്പോഴും പ്രൂണിങ് അത്യാവശ്യമാണ് മുരിങ്ങക്ക്. പിന്നെ മുരിങ്ങക്ക് വേനൽക്കാലത്ത് ഈ സമയത്തുള്ള മുരിങ്ങ പൂക്കണതും കായ ഉണ്ടാവണതൊക്കെ. അപ്പൊ മുരിങ്ങക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാൻ പാടില്ല, ഒരു വളവും കൊടുക്കേണ്ട ആവശ്യമില്ല. മുരിങ്ങയൊക്കെ പ്രകൃതി എന്നുള്ള വളങ്ങളൊക്കെ വലിച്ചെടുത്ത് വളരേണ്ടതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് തന്നെ മുരിങ്ങക്ക് കിട്ടും. അപ്പൊ മുരിങ്ങ പ്രൂണിങ് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. പ്രൂൺ ചെയ്യുമ്പോൾ ആ ഇലകളൊക്കെ എടുത്തിട്ട് പൗഡറാക്കി വെക്കേ, കറി വെക്കാനൊക്കെ എടുക്കുകയും ചെയ്യാം. അപ്പൊ ഇത് ഓരോ കമ്പും കണ്ടില്ലേ, നിറച്ച് കായും പൂവാണ്. പൂക്കളൊക്കെ തന്നെ കണ്ട, എല്ലാ പൂക്കളീന്നും കായാണ്. നിറച്ച് ഇഷ്ടം പോലെ കായ ഉണ്ടായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. മുരിങ്ങൊക്കെ കായ്ച്ച് കിടക്കണ കാണാൻ തന്നെ. താഴെ മുട്ടിയാണ് നമ്മുടെ ഇപ്പൊ ഈ കമ്പ് അപ്പത്തെ പറമ്പിലേക്ക് പോയിട്ട് അവിടെ താഴെ മുട്ടിയ മുരിങ്ങക്കായ കിടക്കണത്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണോട്ടോ മുരിങ്ങ നടാനായിട്ട്. അത് മാത്രം ചെയ്ത മുരിങ്ങ എപ്പോഴും നടുമ്പോ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടുകയാണെങ്കിൽ ഇഷ്ടം പോലെ കായ ഉണ്ടായി കിട്ടും. കണ്ട, ഇത് കാഴ്ച കിടക്കണില്ല. അപ്പുറത്തേക്ക് പോയിട്ട് അപ്പുറത്ത് മണ്ണിൽ മുട്ടിയ കിടക്കണത്. ഓരോ കമ്പും കായയുടെ വെയിറ്റ് കൊണ്ടിട്ട് ഇങ്ങനെ ചാഞ്ഞ് കണ്ട പറിക്കാൻ പറ്റിയ രൂപത്തേക്ക് തന്നെയാണ്. ഇനി ഈ കായൊക്കെ ഉണ്ടായി കഴിയുമ്പോ ഇത് കംപ്ലീറ്റ് വെട്ടി നിർത്തും. അപ്പൊ വെട്ടി നിർത്തണ കമ്പ് നട്ടു കൊടുക്കുകയും ചെയ്യാട്ടാ. അപ്പൊ പുതിയ ഒരുപാട് മുരിങ്ങ കിട്ടും. മുരിങ്ങ ഇന്ന് നമുക്കറിയാലോ, മുരിങ്ങക്കായ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. മുരിങ്ങയുടെ എല്ലാ ഔഷധയോഗമുണ്ട്. വേരും തൊലിയും ഇലയും പൂവും കായൊക്കെ വളരെ ഗുണമുള്ളതാണ്. മുരിങ്ങയുടെ പൗഡറിന് ഇന്ന് ഭയങ്കര ഡിമാൻഡാണ്. അപ്പൊ മുരിങ്ങയുടെ പൗഡറൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താം. ഒരു സ്പൂൺ എടുത്തിട്ട്. അപ്പൊ അതൊന്നും വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമില്ല. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒരു മുരിങ്ങയുടെ കമ്പൊക്കെ നട്ട് പിടിപ്പിക്കണം. അപ്പൊ മുരിങ്ങക്കായ വിളവെടുക്കാം. വേണ്ട, താഴെ കിടക്കണ കാരണം താഴെയുള്ളൊക്കെ വിളവെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ അധികം മൂത്ത് പോകാത്ത എളുപ്പം മുരിങ്ങക്കായ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഇത് മൂക്കട അനുസരിച്ച് വിളവെടുത്താൽ മതി. ആവശ്യത്തിന് വിളവെടുക്കാൻ ഇഷ്ടം പോലെ കായ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇഷ്ടംപോലെ മുരിങ്ങക്കായ വിളവെടുക്കാനുണ്ട്. ഇപ്പൊ താഴെ ഉള്ളത് മാത്രമാണ് വിളവെടുത്തത്. ഇനി ലാഡറൊക്കെ കയറി വെച്ചിട്ട് കയറിന്ന് വിളവെടുക്കണം. അപ്പൊ മുരിങ്ങക്ക കണ്ട, ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ട, നല്ല എളുപ്പം മുരിങ്ങക്കായാണ്. ഇതല്ല, ഇനിയും ഒരുപാട് ഇത് വെക്കും. പക്ഷെ എളുപ്പത്തിലുള്ള മുരിങ്ങക്കായ്ക്ക് ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. അപ്പൊ ഈ പ്രായത്തിലാണ് മുരിങ്ങക്കായ വിളവെടുക്കണത്. അപ്പൊ സ്ഥലമുള്ളവർക്ക് ഇതേപോലെ മുരിങ്ങയുടെ മരമൊക്കെ താഴെ വെച്ചു കൊടുക്കാം. മതിലിന്റെ ഒരു മൂലയില് ഒക്കെ വെച്ചാൽ മതി. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെച്ചാൽ മതി. നനച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പരിചരണവും വേണ്ട മുരിങ്ങക്ക്. മറ്റുള്ള വിളകൾ പോലെയല്ല, ഒരു പരിചരണങ്ങളും മുരിങ്ങക്ക് ആവശ്യമില്ല. പിന്നെ സ്ഥലം ഇല്ലാത്തവർക്ക് ഡ്രമ്മിലൊക്കെ
ഇന്ന് ചെടി മുരിങ്ങ പോലുള്ളതും കമ്പും നമുക്ക് ഡ്രമ്മിലൊക്കെ നട്ടുകൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെട്ടി നിർത്തി കഴിഞ്ഞാല് നമ്മുടെ ആവശ്യത്തിനുള്ള മുരിങ്ങക്കായ കിട്ടുകയും ചെയ്യും. അപ്പൊ ഒരു വീടായി കഴിഞ്ഞാല് ഒരു മുരിങ്ങ മരം ആവശ്യം തന്നെയാണ്. മുരിങ്ങ എല്ലാവരും നമ്മുടെ വീട്ടിലൊരു മുരിങ്ങ മരം വെച്ച് പിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.